ഹലോ നമസ്കാരം. എൻ്റെ കയ്യിൽ ഒരു കിഡിലൻ ഐറ്റം ഉണ്ട്. ഇത് നിങ്ങൾ കാണുന്നത് എക്സൽ ഫയലിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു എസ്റ്റിമേറ്റിൻ്റെ ടെംപ്ലേറ്റ് ആണ്. ഇതിൽ ഒരു വീടിൻ്റെ വർക്കുകൾ, ഈവൻ നമ്മുടെ എക്സ്കവേഷൻ വർക്ക് മുതൽ വാനം മാന്തി മണ്ണെടുക്കുന്ന വർക്ക് മുതൽ ഇതിൻ്റെ തറ കെട്ടിപ്പടുക്കുന്നത്, ബെൽറ്റ് വാർക്കുന്നത്, ലിൻഡൽ വാർക്കുന്നത്, അതേപോലെ സൺഷെയ്ഡ്, സ്റ്റെയർ കേസ്, പില്ലറ്, അതിൻ്റെ റൂഫ് സ്ലാബ് വാർപ്പ്, അതിൻ്റെ തേപ്പ്, ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക്, ടൈൽ വർക്കുകൾ, പെയിൻറ്റിങ് വർക്കുകൾ, ഇതെല്ലാം കൃത്യമായിട്ട് കണക്ക് കൂട്ടിയെടുക്കുന്ന ഒരു ടെംപ്ലേറ്റ് ഫയലാണിത്. എൻ്റെ ഓഫീസിലൊരു വർക്ക് വരികയാണെങ്കിൽ ഞാൻ ആ ഒരു വർക്കിന് ഏകദേശം എത്ര രൂപ നമുക്ക് ചിലവാകുമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ഫയലാണ്. 1000 സ്ക്വയർ ഫീറ്റ് വീടായിക്കോട്ടെ, ഇനി 3000 സ്ക്വയർ ഫീറ്റ് വീടായിക്കോട്ടെ, 10,000 സ്ക്വയർ ഫീറ്റ് വീടായിക്കോട്ടെ, എനിക്ക് ആ വീടിൻ്റെ മൊത്തം എസ്റ്റിമേറ്റ് എടുക്കാൻ 1 മണിക്കൂറിൽ താഴെ സമയം മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, ഇവിടെ ഞാനൊരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊരു പ്ലാന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പ്ലാനിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് നൽകിയിട്ടുണ്ടെങ്കിൽ, അതേപോലെ സിറ്റ് ഔട്ടിൻ്റെയും ലിവിങ് റൂമിൻ്റെയും ഡൈനിങ് റൂമിൻ്റെയും ഒക്കെ സൈസ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് നൽകിയിട്ടുണ്ടെങ്കിൽ, ഈ കാണുന്ന എസ്റ്റിമേറ്റ് മുഴുവൻ ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടർ തന്നെ കണക്ക് കൂട്ടി ഇവിടെ വെച്ച് തരും. ആക്ച്വലി ഇത് സംഭവിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾ അടിയിൽ നോക്കിയാൽ വേറൊരു ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കണക്കുകൾ കൂട്ടി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ കാണുന്നതിൻ്റെ ബാക്ക് എൻഡ് പ്രോഗ്രാം പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് ഞാൻ കഷ്ടപ്പെട്ട് നമ്മുടെ എക്സൽ ഫയലിൽ ടൈപ്പ് ചെയ്തുണ്ടാക്കിയതാണ്. നമ്മൾ മുകളിൽ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, ഇതാ എൻ്റെ വീടിൻ്റെ ടോട്ടൽ ഭിത്തിയുടെ നീളം ഇത്രയാണ്, എൻ്റെ ഓരോ റൂമിൻ്റെയും സൈസ് ഇത്രയാണെന്ന് ഇത് മാത്രം നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ഇതേപോലത്തെ എസ്റ്റിമേറ്റ് നമുക്ക് ലഭിക്കും. ഈ എസ്റ്റിമേറ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. പക്ഷേ ആർക്കൊക്കെയാണ് ഈ എസ്റ്റിമേറ്റ് കൊണ്ട് ഗുണം ഉണ്ടാകുന്നുള്ള കാര്യം ആദ്യം ഒന്ന് പറയാം. നമ്മൾ കേട്ടിട്ടില്ലേ, 25 ലക്ഷം രൂപയ്ക്ക് പണി തീരുന്നു പ്രതീക്ഷിച്ചു, പക്ഷെ പണി തീരുന്ന സമയത്ത് 35 ലക്ഷം രൂപയായി എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അതായത് നമ്മൾ ഇന്നത്തെ മെറ്റീരിയൽസിൻ്റെ റേറ്റിനെ കുറിച്ചൊരു ധാരണയില്ലാതെ നമ്മൾ 2 വർഷം മുമ്പ് പണിതിട്ടുള്ള നമ്മുടെ സുഹൃത്തിൻ്റെ വീടിന് എത്ര ചിലവായി എന്ന് നോക്കിയിട്ട് അതിനാനുപാതികമായിട്ട് കണക്ക് കൂട്ടുമ്പോഴാണ് നമ്മുടെ കണക്ക് തെറ്റിപ്പോകുന്നത്. 25 ലക്ഷം പ്രതീക്ഷിച്ച ഒരാൾക്ക് ഈ 35 ലക്ഷം രൂപ ചിലവ് വന്നു കഴിഞ്ഞാൽ അത് അയാൾക്ക് താങ്ങാൻ പറ്റാത്തൊരു എക്സ്പെൻസിലേക്ക് പോകും. അയാൾ അത്രയും പ്രിപ്പയർഡ് ആയിരിക്കില്ല. ഒരു എസ്റ്റിമേറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അത് ഓരോ ഘട്ടത്തിലും എസ്റ്റിമേറ്റ് എങ്ങനെ ചെയ്യണം നമുക്കറിയാമെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് കരുതിയിരിക്കാൻ പറ്റും. തറ കെട്ടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എത്ര രൂപ വേണം എന്നുള്ളത് നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അതിന് നമുക്ക് തയ്യാറായിരിക്കാൻ പറ്റും. രണ്ടാമത്തത്, നമ്മൾ പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിക്കും, അല്ലേ? ഒരു കരാറുകാരനെ നമ്മൾ ഏൽപ്പിക്കും. അയാൾ നമുക്കിട്ട് പണിയാണോ, അല്ലെങ്കിൽ നാട്ടിലൊന്നും ഇല്ലാത്ത ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു റേറ്റിൽ നന്നായിട്ട് റേറ്റ് കുറച്ച് പറഞ്ഞിട്ട് പണി പിടിച്ചതിന് ശേഷം പകുതിക്ക് വെച്ചിട്ട് നിർത്തി പോകാനുള്ള പരിപാടിയാണോ, അല്ലെങ്കിൽ പകുതി വെച്ചിട്ട് ഭീഷണിപ്പെടുത്താനുള്ള പരിപാടിയാണോ? ഇതൊക്കെ നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ ഈ എസ്റ്റിമേറ്റ് കൊണ്ട് സാധിക്കും. പിന്നെ ചില ആളുകളുണ്ട്, അവരുടെ കയ്യിൽ ഫണ്ടുകൾ ഉണ്ടാവില്ല. അതായത് ഒറ്റ സ്ട്രെച്ചിൽ തുടക്കം മുതൽ അവസാനം വരെ തീർക്കാനുള്ള ഫണ്ട് ഉണ്ടാവില്ല. അവർ ചെയ്യുന്നുണ്ടാവുക, തറ ഇപ്പം കെട്ടും, പിന്നീട് ലിൻഡിൽ വരെ ചെയ്യും, പിന്നീട് വാർക്കും, പിന്നീട് തേപ്പ് നടത്തും. അങ്ങനെ ഓരോ പരിപാടികൾ ഓരോ സമയത്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് അടുത്ത പണിക്ക് എത്ര രൂപ കയ്യിൽ വേണം എന്ന് മനസ്സിലാക്കാൻ ഇതേപോലത്തെ എസ്റ്റിമേറ്റ് സഹായിക്കും. ആർക്കൊക്കെ ഈ എസ്റ്റിമേറ്റ് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഈ എക്സലോ ഇതൊന്നും ഉണ്ടായിരിക്കേണ്ട കാര്യമില്ല. പേനയും പേപ്പറും ഒരു കാൽക്കുലേറ്ററും ഉണ്ടെങ്കിൽ ആർക്കും കാണാൻ പറ്റും. നീളവും വീതിയും ഉയരവും കാണാൻ പറ്റുന്ന ഒരു സാധനം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അതിൻ്റെ എസ്റ്റിമേഷൻ എടുക്കാൻ വളരെ ഈസിയാണ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ പണിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാനൊരു അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഇതൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് അവർക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് നോളജ് ഷെയർ ചെയ്യുക എന്നുള്ളൊരു വലിയൊരു വിഷനോട് കൂടിയാണ് ഞാൻ ഈ അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി 3 മാസമായിട്ട് റണ്ണിങ് ആണ്. അതിലൊരു കോഴ്സ് ഞാൻ ആഡ് ചെയ്യുകയാണ്. അത് ഈ വീടിൻ്റെ എസ്റ്റിമേഷൻ എടുക്കുന്ന കോഴ്സാണ്. മലയാളത്തിലാണ് ക്ലാസ് വരുന്നത്. ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. 20ഓളം ടോപ്പിക്കുകൾ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഫൗണ്ടേഷൻ, ലിൻഡിൽ, സ്റ്റെയർ കേസ്, സൺഷെയ്ഡ്, റൂഫ്, പ്ലാസ്റ്ററിങ്, പെയിൻറ്റിങ്, ടൈൽ വർക്കുകൾ, ലാൻഡ്സ്കേപ്പിംഗ് അടക്കം നമ്മുടെ വീടിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്റ്റിമേഷൻ എടുക്കാൻ പറ്റുന്ന എല്ലാ ടോപ്പിക്കുകളും പഠിച്ചിട്ട് ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് എസ്റ്റിമേറ്റ് എടുക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരാം. അതെങ്ങനെ നമുക്ക് പേപ്പറിൽ കൂട്ടിയെടുക്കണമെന്ന് പഠിപ്പിച്ചു തരാം. അതേപോലെ കമ്പ്യൂട്ടറിൽ ഞാനിപ്പോൾ തൊട്ട് മുമ്പ് കാണിച്ചതുപോലെ എസ്റ്റിമേഷൻ ഫയൽ ഉണ്ടാക്കിയിട്ട് എങ്ങനെ നമുക്ക് 1, 2, 3 ക്ലിക്കിൽ എസ്റ്റിമേഷൻ എടുക്കാം എന്ന് പഠിപ്പിച്ചു തരാം. കമ്പ്യൂട്ടറുള്ള ആളുകൾക്കും ഇല്ലാത്ത ആളുകൾക്കും ഒരേപോലെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ കോഴ്സ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ഫീ ഈടാക്കി
ഈടാക്കിയിട്ടാട്ടോ ഞാൻ പഠിപ്പിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഓഫീസിൽ ഞാൻ ഒരു സർവീസായിട്ട് ഒരു പേയ്മെൻറ്റ് മേടിച്ച് ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ അതിന് ആനുപാതികമായിട്ട് വലിയൊരു ഭാരമില്ലാത്തൊരു ഫീ ഞാൻ ഇതിന് ഈടാക്കുന്നുണ്ട്. നിങ്ങൾ എസ്റ്റിമേഷൻ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പോകുന്നതെങ്കിൽ അവർ നിങ്ങളോട് 8,000 7,000 രൂപയൊക്കെയാണ് ഫീ മേടിക്കുക. നിങ്ങളുടെ എഞ്ചിനീയറുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ വീടിൻ്റെ എസ്റ്റിമേഷൻ ഇടിയിപ്പിക്കുകയാണെങ്കിൽ ഒരു 4,000 5,000 രൂപയാണ് അദ്ദേഹം ഫീ മേടിക്കുക. എന്നാൽ അതിനേക്കാളൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിലാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾക്ക് സ്വയം എസ്റ്റിമേറ്റ് എടുക്കാൻ സാധിക്കും. അത് നിങ്ങളുടെ സ്വന്തം വീട് എസ്റ്റിമേറ്റ് എടുക്കാൻ നിങ്ങൾക്ക് എത്ര വീട് വേണമെങ്കിലും എസ്റ്റിമേറ്റ് എടുത്ത് കൊടുക്കാനും സാധിക്കും. ഒരു ഓഫർ കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒക്ടോബർ 1-ാം തീയതിയാണ് ഞാൻ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒക്ടോബർ 1-ന് മുമ്പ് ജോയിൻ ചെയ്യുന്ന ആളുകൾക്കെല്ലാം ചിന്തിക്കാത്തൊരു പ്രൈസ്, അതായത് 2,200 രൂപയ്ക്ക് ഞാൻ എസ്റ്റിമേഷൻ പഠിപ്പിച്ചു തരാം. അത് ഡീറ്റെയിൽ ആയിട്ട് വളരെ സിമ്പിളായിട്ട് മലയാളത്തിൽ തന്നെ എസ്റ്റിമേഷൻ കാണാനുള്ള എല്ലാ സ്റ്റെപ്പുകളും ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് കാണാം, എപ്പോൾ വേണമെങ്കിലും കോഴ്സ് കാണാം, പിന്നെയും കാണണമെങ്കിൽ പിന്നെയും എടുത്ത് കാണാൻ സാധിക്കും. നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, നമുക്കൊരു മൊബൈൽ ആപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ആ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ആഴ്ചയിൽ ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് തന്നതിന് ശേഷം പിന്നീട് അഡ്രസ്സ് ഇല്ലാതിരിക്കുക, ആ രീതിയിലുള്ള പരിപാടിയല്ല കേട്ടോ. കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു അക്കാദമിയാണ് എൻ്റെത്. നിലവിൽ 350ഓളം കുട്ടികൾ ആ അക്കാദമിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ടീമിനെയൊക്കെ ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം എങ്ങനെയാണ് ഈ കോഴ്സ് കാണേണ്ടത് എന്നുള്ള കാര്യം ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ വീഡിയോയുടെ താഴെ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വെബ്സൈറ്റിലേക്കാണ് പോവുക. ആ വെബ്സൈറ്റിൽ കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം കൊടുത്തിട്ടുണ്ട്. അതിൽ ബൈ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ATM കാർഡോ അല്ലെങ്കിൽ ഗൂഗിൾ പേയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫീസ് അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂറിനകം എൻ്റെ ഒരു ടീം നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ക്ലാസ് കാണേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, വീട് നിർമ്മിക്കുന്ന ആളുകൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടാണ് ഞാൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു വലിയൊരു കടമുറിയോ അല്ലെങ്കിൽ ഒരു വലിയ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളോ വലിയ ഫ്ലാറ്റോ അങ്ങനെയുള്ള ബിൽഡിങ്ങുകളുടെയൊക്കെ എസ്റ്റിമേഷൻ എടുക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മൾ പേഴ്സണലൈസ്ഡ് ആയിട്ട് വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിലിംഗ് ഉൾപ്പെടുന്ന രീതിയിലാണ് ഈ എസ്റ്റിമേഷൻ കോഴ്സ് തയ്യാറാക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ ബാങ്ക് ലോണിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ വേണ്ടി ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കുന്ന തിരക്കിലാണെങ്കിൽ അത് ഈ എസ്റ്റിമേഷൻ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ബാങ്ക് ലോൺ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ടാർഗറ്റഡ് എമൗണ്ട് ഉണ്ടാവും. ആ ടാർഗറ്റഡ് എമൗണ്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എസ്റ്റിമേഷനാണ് നമ്മൾ ഉണ്ടാക്കുക. അത് ആക്ച്വലി പലപ്പോഴും നമ്മുടെ സൈറ്റിലെ റിയൽ കേസുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലായിരിക്കും ചെയ്യുന്നുണ്ടാവും. മാത്രമല്ല ബാങ്ക് ലോണിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള എഞ്ചിനീയറുടെ ഒപ്പും സീലും ആവശ്യമുണ്ട്. ഇപ്പം നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പലതായിരിക്കും, വ്യത്യസ്തമായിരിക്കും. ഏത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയാലും ശരി, ഇപ്പം നിങ്ങൾക്ക് വിദ്യാഭ്യാസമുള്ള ആൾക്കാരായാലും ശരി ഇല്ലാത്ത ആൾക്കാരായാലും ശരി, കണക്ക് കൂട്ടാൻ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഇത് റിയലിസ്റ്റിക് ആയിട്ടുള്ള എസ്റ്റിമേഷൻ, അതായത് എത്ര കല്ല് വേണം, എത്ര സിമെൻറ്റ് വേണം, എത്ര മണൽ വേണം തുടങ്ങിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള എസ്റ്റിമേഷൻ ആയിരിക്കും നമ്മൾ ഈ കോഴ്സിലൂടെ പഠിക്കുന്നുണ്ടാവുക. ഈ ഒരു കോഴ്സ് ഒരാൾ പഠിക്കാൻ ശ്രമിച്ചാൽ അയാൾക്ക് തന്നെയാണ് അതിൻ്റെ ഉപകാരം എന്ന് മനസ്സിലാകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും താഴെ കൊടുത്ത ലിങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിൽ കാണാം.